ഇന്ന് നമുക്ക് കടലക്കറിയും പുട്ടുമായിരുന്നു. അപ്പോൾ ആ കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കടലക്കറിയൊക്കെ ഇപ്പോൾ ആർക്കും അറിയാത്തെന്നായിരിക്കും എല്ലാം ചിന്തിക്കുന്നത്. അറിയാൻ മേത്തൊരു കാണുമായിരിക്കും, ഇല്ലെങ്കിലും ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ കടല ഇന്നലെ കുതിർത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളവും ആയിട്ട് കുക്കറിൽ വെച്ച് ഒരു 5-6 വിസിലടിച്ച് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരല്പം പെരിഞ്ജീരകം, അതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഒരല്പം മതി. അപ്പം ഞാനത് വീട്ടിൽ പൊടിച്ചതാണ്. ഇനി ഗരം മസാലപ്പൊടി ഇല്ലെങ്കിൽ ഒരു 2 ഏലക്കയും 2 ഗ്രാമ്പും ഒരു കുഞ്ഞു കഷ്ണം കറുവപ്പട്ടയും അതും കൂടി ഇട്ടാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ആ പാനിൻ്റെ ചൂടേ ആകാവൂ, ഒന്ന് പച്ചമണം ഒന്ന് മാറി വരുമ്പം അത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കണം. പിന്നെ ആ പാനിലേക്ക് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് സവാള പൊടിയായിട്ട് അരിഞ്ഞത്, കൊച്ചുള്ളി അരിഞ്ഞതുണ്ടെങ്കിൽ അതാണ് നല്ലത്, ഒന്നുകൂടി ടേസ്റ്റ്. ഇപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി സവാള എടുത്തതാണ്. അപ്പോൾ സവാളയും അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 തക്കാളി അതും അരിഞ്ഞതിട്ട് അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അത് ഒരുവിധം വഴന്ന് കഴിയുമ്പം അതിലേക്ക് നമ്മൾ തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. തേങ്ങ നേരത്തെ ഒന്ന് നെയ്യിൽ വറുത്ത് കോരി വെച്ചാലും മതി. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് ഇളക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതെല്ലാം ഒന്ന് യോജിച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടലയും ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അതെല്ലാം കൂടെ തിളച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തിളയ്ക്കും. പോരാത്ത കറിക്ക് ആവശ്യമുള്ള കുറച്ച് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ വാങ്ങി വയ്ക്കുക. പിന്നെ നമ്മൾ വറുത്ത് കോരാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക്, കടുക് അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്ത് കടലയിലേക്ക് ഇടണം. താളിച്ച് കൂട്ടുക എന്ന് പറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം. ഞാനിപ്പോൾ ഇന്ന് പുട്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ എടുത്തു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.